പലപ്പോഴും അമ്മമാർ കൊച്ചുകുഞ്ഞുങ്ങളെ ഏറെ നേരം കഷ്ടപ്പെട്ട് മുലയൂട്ടി താരാട്ടുപാട്ടൊക്കെ പാടി ഉറക്കാറുണ്ട്. ഉറക്കിയതിന് ശേഷം കുട്ടിയെ ബെഡിൽ കിടത്താൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് കരയും. ഇത് നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. ഇത് കുട്ടിക്ക് കണ്ണ് തട്ടിയതോ ദൃഷ്ടി പതിഞ്ഞോ ഒന്നുമല്ല, കുട്ടിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവരുടെ ബോഡിയിലുണ്ടാകുന്നൊരു റെസ്പോൺസ് മാത്രമാണ്. കുട്ടിയെ കിടത്തുന്ന സമയത്ത് അവരുടെ തലയ്ക്കോ ശരീരത്തിനോ സപ്പോർട്ടില്ലാതെ വരുമ്പോൾ അവർക്ക് വീഴാൻ പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാവുകയും ഇത് അവരുടെ ബോഡിയിൽ ഈ റിഫ്ലെക്സ് ട്രിഗർ ചെയ്യുകയും ചെയ്യും. ഇതിനെ മോറോ റിഫ്ലെക്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടർ റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റിഫ്ലെക്സ് നിങ്ങൾക്ക് ഒഴിവാക്കാനും അതുപോലെ കുട്ടിയുടെ ഉറക്കം നല്ലപോലെ ബെറ്റർ ആക്കാനും സാധിക്കും. ഒന്നാമത്തേത് സോഡ്ലിംഗ്. കുട്ടി കമന്ന് വീഴുന്ന പ്രായം വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കുട്ടിക്ക് ഇത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. രണ്ടാമത്തേത്, കുട്ടിയെ കിടത്തുന്ന സമയത്ത് നിങ്ങൾ കഴിവതും കുട്ടിയെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ കിടത്താൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, കുട്ടിയെ കിടത്തുമ്പോൾ കുട്ടിയുടെ കാലുകൾ ആദ്യം ബെഡിൽ ടച്ച് ചെയ്യുക, പിന്നെ അവരുടെ ശരീരം, പിന്നെ തല ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ കുട്ടിയെ കിടത്താനായിട്ട്. നാലാമത്തേത്, കുട്ടി ഉറങ്ങി ഏകദേശം 10-15 മിനിറ്റെങ്കിലും എടുക്കും അവർ ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പിലേക്ക് പോകാൻ. അതുകൊണ്ട് കുട്ടി ഉറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ അവരെ ബെഡിലേക്ക് കിടത്താതിരിക്കാനും ശ്രദ്ധിക്കണം.